എന്നാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. എന്തായാലും ഓണം കഴിഞ്ഞിട്ടുണ്ടോ? ചാപ്റ്റർ എടുത്ത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അവര് ഇത് തരാനായിട്ട്, എക്സാമിന്റെ വെക്കേഷനെ സ്റ്റഡി ലീവ് തരാനായിട്ട്. ഓണത്തിന് മിക്കവാറും സ്റ്റഡി ലീവ് ആയിരിക്കും, അത് കഴിഞ്ഞ ഉടനെ എക്സാമും. അത് മിക്കവാറും അങ്ങനെ തന്നെയൊക്കെ. സ്കൂളിലൊക്കെ പിള്ളേർക്ക് എക്സാം കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവ് എടുക്കുക. ഇത് നമുക്ക് വീണ്ടും ടെൻഷനല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താണ് എക്സാമിനേഷന്റെ ടെൻഷൻ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ചെറിയൊരു ചർച്ച എക്സാമിനെ കുറിച്ച്. അതെ, എക്സാമിനേഷൻ ഇത്ര വലിയ പേടിക്കാനൊന്നിരിക്കണം. ഇതിനു മുമ്പുള്ള ചെറിയ ക്ലാസ്സിലും പരീക്ഷയെ കുറിച്ച് നമ്മൾ വിട്ടു തോന്നൂല. അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നുന്നു, ഓ ഇതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, സില്ലിയായിരുന്നു. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ സർ. പരീക്ഷകളൊക്കെ അതിജീവിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സർ. നിങ്ങൾ പറഞ്ഞ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഓണം കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷയെങ്കിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ പരീക്ഷ കഴിയുമ്പോണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സന്തോഷക്കുറവ് ഫീൽ ചെയ്യും. അതായത് ഉദ്ദേശമുള്ളൂ. യെസ്, മിക്കവാറും ഈ ഓണത്തിനായിരിക്കുമല്ലേ സ്റ്റഡി ലീവ്? അത് ടീച്ചർ പറയും. അതിന്റെ മറ്റു കാര്യങ്ങള് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടീച്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ടീച്ചർ വരുമ്പോൾ ചോദിച്ചാൽ മതി. അതിന്റെയൊക്കെ ചാർജ് ടീച്ചർക്കാണ്. ടീച്ചർ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. ഏതായാലും നിങ്ങൾക്ക് വിഷയങ്ങൾ അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? സിമ്പിളായിട്ട് അത് എഴുതി വെക്കാനായിട്ട് സിമ്പിളായിട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യം ചെയ്യും. നോ പ്രോബ്ലം. ഓക്കെ സർ. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. ഈ സീബ്ര എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ ഒരു മൃഗം ഓടിച്ചിട്ട് വീഴും. അപ്പൊ അത് ഓടി ടെൻഷൻ അടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാല് ആ സെക്കൻഡിനുള്ളില് അത് ആ ടെൻഷൻ അത് ആ കൈകളോട് മറക്കും. പിന്നെ അതില്ല, പിന്നെ അവിടെ ഫ്രീ ആണ്. നമ്മളങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ടെൻഷൻ ചിലപ്പോൾ ആഴ്ചകളോളം അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ആ സെക്കൻഡ് വെച്ചാലും മറക്കും. പിന്നെ ആസ്മിഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ എത്ര ടെൻഷൻ അടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ചിരിക്കുന്ന മുഖവുമായിട്ട് അതിനാണ്ട് ഫേസ് ചെയ്യാം. അതുകൊണ്ട് So we are human being. I am also a human being. Yes sir, I'm saying that we are human being. I'm including you sir. ശരിയാണ്. You also. അപ്പൊ അതിന് വേറെ പ്രത്യേകതയുണ്ട്. ഈ ഓരോ വിഷയത്തെയും എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്ന അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ചില ആളുകള് ചില കാര്യങ്ങളെ ചിരിച്ചുകൊണ്ട് ഫേസ് കണ്ടിട്ടില്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം, നമുക്ക് പരിഹരിക്കാം. സമയമാവട്ടെ, അതിന്റെ ശരിയാക്കാം എന്ന് പറയാൻ. നമ്മള് ചില ആളുകള് അത് കേൾക്കുന്ന സമയം തുടങ്ങി ടെൻഷനാവും. അപ്പൊ നമ്മള് മനസ്സിലാക്കുക, അതൊക്കെ ഞാൻ ടെൻഷനാണ്ടൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും ടെൻഷനാണ്ട് നിൽക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ ആദ്യം കൂടെ ഫുള്ളായിട്ടൊന്ന് വിശ്വസിക്കുക. ഞാനൊരു സംഭവം കൊണ്ട് നിങ്ങളെ സ്വയം നിങ്ങളുടെ മനസ്സിൽ പറയാം. അഹങ്കരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറയുന്നത്. നമുക്ക് നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. എനിക്കത് പറ്റും എന്നുള്ളത്, അവൾക്കും അവനും അതാകാമെങ്കിൽ എനിക്കും അത് സാധിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ലെവലങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വിജയം നിങ്ങളെ തേടി വരും. ഇപ്പോ ഒരു വളരെ വില കൂടിയ ഒരു സംഗതിയാണ്. അത് വഴി കിടക്കണ കണ്ടെങ്കിൽ അത് അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് നല്ലൊരു സ്ഥലത്തുള്ളത് വയ്ക്കും. അങ്ങനെ മാണിക്യം ഉപ്പയിൽ കിടന്നാലും അത് അവിടെ കിടക്കേണ്ടതെന്നത് തിരിച്ചറിയുമ്പോൾ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ ഉയരങ്ങളെത്തിയിരിക്കും. ഡോണ്ട് വറി. അപ്പൊ ആ ഒരു
ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ, പോസിറ്റീവ് എനർജി എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ മുമ്പോട്ട് പറയാനുള്ളത്. പേടിക്കാണ്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ. ശരിയാണ് സാർ. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. കാരണം സാർ ഡെയിലി മോട്ടിവേഷനും കൂടെ തരുന്നത് കൊണ്ടേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാമല്ല. ഞങ്ങളുടെ പഴയ ഒരു പ്രിൻസിപ്പൾ എന്ന് ചെയ്യുമായിരുന്നു. അപ്പോ ഞാൻ അനുഭവിച്ചതാണ്. സാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം ഇല്ലേ? ഇല്ല സാർ, ഇല്ല. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. ഞാൻ കളമശ്ശേരിയിൽ സെന്റ് പോൾസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോ അവിടുത്തെ ഒരു ആന്റണി ഐസക് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൾ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാർ അവിടുത്തെ വൈസ് പ്രിൻസിപ്പളും, PG ക്ക് ചെല്ലുമ്പോൾ സാറ് അവിടെ പ്രിൻസിപ്പളായിരുന്നു. അപ്പൊ ഈ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ്സിൽ കയറി വരും. എന്നിട്ട് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഒരുപാട് കാര്യങ്ങൾ സാർ ഇങ്ങനെ മണിക്കൂറങ്ങോട്ട് വെക്കും. അപ്പൊ അതൊരു ഇൻസ്പിറേഷനാണ്. ഒരു മാസമൊക്കെ ആ ഇൻസ്പിറേഷന്റെ പുറത്ത് ഓടും. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഡൗൺ ആവും. അപ്പോഴാണ് നേരത്തെ ശ്രീജ പറഞ്ഞൊരു കാര്യം, നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്പിറേഷൻ താഴെ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എപ്പോഴെങ്കിലും സാറ് വരുമ്പോൾ വീണ്ടും ഒരു ഇൻസ്പിറേഷനാണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നല്ല പ്രചോദനം ലഭിക്കുകയും നിങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ പഠന ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് അറിയാം. ചിലപ്പോ സംഭവിക്കാൻ എന്താണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും സംഭവിക്കുക. പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം. APJ അബ്ദുൽ കലാമിന്റെ ദ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അത് വായിച്ചിട്ടുണ്ടാകും. അത് വായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളത് വായിക്കണം. പിന്നെ മാത്രമല്ല വേറെ കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. എവിടെന്നെങ്കിലും ഒരു നിങ്ങളുടെ മകനോ മകൾക്കോ ബർത്ത്ഡേക്ക് വരുമ്പോൾ നമ്മളൊരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കൂട്ടത്തില് ഇനി അടുത്ത പ്രാവശ്യം ബർത്ത്ഡേക്ക് വരുമ്പോൾ ഈ 150 രൂപ കൊടുത്തിട്ട് ഈ പുസ്തകം കൊടുത്ത് വാങ്ങിക്കും, വിങ്സ് ഓഫ് ഫയർ. എന്നിട്ട് അത് മകന് കൊടുത്തിട്ട് പറയാ, ഇടക്ക് അവന്റെ പഠിക്കുന്ന മുറിയിൽ വെച്ചേക്ക്, ഇടക്ക് അവൻ അതിൽ നിന്ന് ചിലപ്പോ ഒരു പേജൊക്കെ വല്ലപ്പോഴും വായിച്ചു നോക്കണം. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്പിറേഷൻ കൊണ്ട് വായിച്ചു നോക്കട്ടെ. അത് വളരെയധികം മോട്ടിവേഷനാണ്. കാരണം APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം എത്തി എവിടെ വരെ എത്തി? രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആയി അദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ ആ കഴിവ്, ഞാൻ അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇദ്ദേഹം ഗവൺമെന്റിലേക്ക് ഒരു ശുപാർശ കൊടുത്തു. ആ ശുപാർശ കൊടുത്ത് കുറെ കാര്യങ്ങളുണ്ട്. എന്റെ ഇടയ്ക്കിട്ടൊരു ഒരു കഷ്ടമാണ് പറയണത്. അപ്പോ അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഒരു ശുപാർശ കൊടുത്തു. ശുപാർശ കൊടുത്തിട്ട് അന്നൊന്നും APJ അബ്ദുൽ കലാമിനെ അധികമായിട്ട് അറിയില്ല. ഒരു IS ആറുകളുള്ള ധാരാളം സയന്റിസ്റ്റ്, കൂട്ടത്തിലുള്ള സയന്റിസ്റ്റ് കലാം, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന് മുന്നിൽ വന്നു. അതെന്തോ ഡിഫൻസിന് വേണ്ടിയിട്ട്, പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ട് ഡിഫൻസ് അക്കാദമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. ഞാനത് ഇപ്പൊ ഓർമ്മയെടുത്ത് പറയുന്നതിന്റെ പേരിൽ ചില വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ പ്രപ്പോസല് ഗവൺമെന്റിലേക്ക് കൊടുത്തു. ഗവൺമെന്റ് അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ 4 or 5 സജഷൻസ് പറഞ്ഞു. അത് ആ സജഷൻസ് ശരിയാക്കി വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് APJ അബ്ദുൽ കലാം പുള്ളിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ പുള്ളിയുടെ കൂടെ ഉള്ള ഒരു എഞ്ചിനീയർ ചോദിച്ചു, സാർ എന്താ ഉറങ്ങാത്തത്? അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് അത് ഗവൺമെന്റ് റിജക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ടെൻഷൻ വിഷമം കൂടി ഞാനിങ്ങനെ നടക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, സാറേ അത് റിജക്ട് ചെയ്തിട്ടില്ലല്ലോ, ഒരു 4 സജഷൻസ് കൂടി എല്ലാം പറഞ്ഞിട്ടുള്ളൂ, സാറ് 4 സജഷൻ കൂടി റെഡിയാക്കിയിട്ട് വീണ്ടും ഒന്ന് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ സംഗതി സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആ ഫയല് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ടേബിളിന് മുന്നിൽ വരും. അപ്പോ അന്നത്തെ പ്രധാനമന്ത്രിയുടെ ടേബിളിന് മുന്നിൽ വന്നു കഴിഞ്ഞപ്പോ ഇത് 2 രീതിയിലുള്ള ഫയലുകളാണ് പ്രധാനമന്ത്രിയുടെ ടേബിളിന് മുന്നിൽ വരുന്നത്. ഒന്ന് റെഡി ടു സൈൻ, ഒപ്പിടാനുള്ള ഫയലുകൾ, അത് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ഒപ്പിട്ടാൽ മാത്രം മതി. മറ്റേത് ഇതേപോലുള്ള വിവിധങ്ങളായ പദ്ധതികളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അത് ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കാം, ഇഷ്ടമില്ലെങ്കിൽ വായിക്കേണ്ട, ആ രീതിയിലാണ്.
പക്ഷെ ആ അന്നത്തെ പ്രധാനമന്ത്രി അത് വായിച്ചു കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രിക്ക് വളരെ ഇംപ്രസ്ഡ് ആയി. അപ്പോ ധവാൻ തോന്നുന്നു അന്നത്തെ പ്രതിരോധ സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രോജക്ട് തയ്യാറാക്കിയ ആ എഞ്ചിനീയറോട് എന്നെ വന്നൊന്ന് കാണാൻ പറയുന്നത്. അപ്പൊ APJ അബ്ദുൽ കലാമിനോട് ധവാൻ പറഞ്ഞു, മിസ്റ്റർ കലാം, യു ആർ കോൾഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ, ഗോ ആൻഡ് മീറ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് പ്രധാനമന്ത്രിയെ കാണണം. അപ്പൊ അതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് APJ അബ്ദുൽ കലാം പോയിട്ടില്ല. വിളിക്കുന്നത് പ്രധാനമന്ത്രിയെ. അപ്പോ APJ അബ്ദുൽ കലാം പറഞ്ഞു, ഞാൻ വരുന്നില്ല, കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോകണമെങ്കിൽ നല്ലൊരു സ്യൂട്ട് വേണം, എനിക്ക് നല്ലൊരു സ്യൂട്ട് ഇല്ല, നല്ലൊരു ഷൂ വേണം, എനിക്ക് നല്ലൊരു ഷൂ ഇല്ല. എന്റെ സഹോദരിയുടെ മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്കുള്ള വിദ്യാഭ്യാസ ചെലവ് പോലും കൊടുക്കുന്നത് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയും എനിക്കില്ല. അതുകൊണ്ട് ഐ ആം നോട്ട് റെഡി ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ധവാൻ പറഞ്ഞു, യു ആർ വെൽ ഡ്രസ്ഡ് വിത്ത് യുവർ പ്രോജക്ട് റിപ്പോർട്ട്, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ ഷൂവും നിങ്ങളുടെ പുറമെയുള്ള എല്ലാ ഫിസിക്കൽ അപ്പിയറൻസ് അതെല്ലാം നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ടാണ് എന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പറയുക. അങ്ങനെ സാധാരണ ഒരു ചെരുപ്പിട്ടുകൊണ്ട് APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിലോട്ട് പോവുകയാണ്. അദ്ദേഹം ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വളരെ അകലം വെച്ച് ചെരുപ്പ് കൂലി വെച്ച് നഗ്നപാതനായിട്ട് APJ അബ്ദുൽ കലാം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വരും. പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒന്ന് അടിമുടി നോക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തന്ന ഈ റിപ്പോർട്ട്, ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഡിഫൻസ് അക്കാദമി നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ ഗവൺമെന്റ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ APJ അബ്ദുൽ കലാമിന് സന്തോഷമായി. അപ്പൊ APJ അബ്ദുൽ കലാം കൊടുത്തൊരു പ്രോജക്റ്റ് അംഗീകരിച്ചിരുന്നു. തിരിഞ്ഞിങ്ങോട്ട് പോരാൻ നേരത്ത് പ്രൈം മിനിസ്റ്റർ വീണ്ടും വിളിച്ചു, മിസ്റ്റർ കലാം, യു ആർ അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ, നിങ്ങളായിരിക്കും അതിന്റെ ആദ്യത്തെ ചെയർമാൻ. അന്ന് APJ അബ്ദുൽ കലാമിനെ 40 വയസ്സിൽ താഴെ ഉള്ളൂ. അവിടെ മുതലാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നന്നായിട്ട് നീന്താൻ അറിയാവുന്ന ഒരാളെ പിടിച്ച് വെള്ളത്തിലിട്ടാല് അവൻ ആ വെള്ളത്തിലെ കവിതകൾ രചിക്കും. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിന്റെ കയ്യിലൊരു വാഹനം കൊടുത്താൽ അവൻ റോട്ടിൽ കവിതകൾ രചിക്കും. എന്ന് പറഞ്ഞതുപോലെ APJ അബ്ദുൽ കലാമിനെ പിടിച്ച് ഇതിന്റെ ഒരു ചാർജുകളും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഇത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് വീണ്ടും നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം അതൊന്നും ആഗ്രഹിച്ചില്ല. ഒരു ചെറിയൊരു പ്രോജക്റ്റ് അവസാനം അതേ പ്രോജക്റ്റിന് ചെയർമാൻ തന്നെ അദ്ദേഹത്തിന് തന്നെ ആക്കി. ധീരമായ തീരുമാനങ്ങളുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും വലിയ വലിയ ടാസ്കുകൾ. നിങ്ങൾ വേണ്ടി പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്ത് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി ദൈവം നിങ്ങൾ അവിടെ എത്തിക്കും. എന്നിട്ട് പറയും, നോക്കൂ, താഴേക്ക് നോക്കൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഉയർച്ച ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കായിരിക്കും എന്ന് മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് സംഭവിക്കും. അല്ലെ, ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രിയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. നോ പെയിൻ നോ ഗെയിൻ. വേദന കൂടാതെ ഈ ലോകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല റോമ സാമ്രാജ്യം. അത് ദീർഘനാട് പല ആളുകളുടെ പ്രയത്നം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് റോമ സാമ്രാജ്യം. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, റിസൾട്ട് നിങ്ങളെ തേടിയെത്തി. ഓക്കെ, ബി പോസിറ്റീവ്, ബി ഹാപ്പി ആൻഡ് ബി ബോൾഡ്. എപ്പോഴും നല്ല ധൈര്യമായിട്ടിരിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ചഞ്ചല ചിത്തരാകാതെ നല്ല ധൈര്യത്തിന് നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾ തേടി വരും. ഓക്കെ, നല്ല നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കും. നല്ലത് മാത്രമേ നിങ്ങൾ തേടി. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ ബുക്ക് ഒന്ന് അവർക്ക് വല്ല ടൈമിൽ എവിടെയെങ്കിലും പഠിക്കുന്നത് വായിക്കാനോ അല്ലെങ്കിൽ മക്കൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ മറക്കരുത്. അതൊരു ഗിഫ്റ്റ് ആയിട്ട് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ. ദ വിങ്സ് ഓഫ് ഫയർ, അഗ്നി ചിറകുകൾ എന്നതിന്റെ പേര് 150 രൂപ. അപ്പൊ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള്
കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എഴുതുന്ന രീതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു ആദ്യം ഒബ്ജക്റ്റ് എടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, പിന്നെ ബി എന്ന് എഴുതുക, പിന്നെ വെർബ് എഴുതുക, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 2 പാചകം നമ്മൾ അത് ചെയ്യുകയും ചെയ്തു. ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തൊരു ഒന്നെണ്ണം കൂടി ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് മറന്നു പോയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എങ്കിലും ഞാനും കൂടി അതൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സെന്റൻസ് പറയുന്നത് അത് വേണം എഴുതിയിട്ടുണ്ട്. ഈ വാചകം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പറയണേ. യെസ്, എഴുതിക്കോ. ഒന്നാമത് someone, SOMEONE, someone will sing, SING, will sing a song, SONG, a song after AFTER, after a few minutes, MINUTES. ഞാൻ ഒന്നുകൂടി പറയാം. someone will sing a song after a few minutes. ആരെങ്കിലും അല്പ നിമിഷങ്ങൾക്ക് ശേഷം ഒരു പാട്ട് പാടും. ഇതാണ് സെന്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. പാടുക എന്നുള്ളത് നമ്മൾ ചോദിക്കുക, എന്ത് പാടും? ഒരു പാട്ട്. ഉണ്ട്, ആൻസർ കിട്ടി. അപ്പൊ എ സോങ് ആണ് ഓബ്ജക്റ്റ്. ബാക്കി നിങ്ങൾ എഴുതിക്കും. അത് കഴിഞ്ഞിട്ട് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മഴയായതുകൊണ്ട് കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഓക്കെ, നോ പ്രോബ്ലം. പറഞ്ഞോ. someone, SOME, ജയലക്ഷ്മി. ഓക്കെ, ഇതൊന്നുകൂടി പറഞ്ഞേക്കട്ടെ. someone will, WILL, will sing, SING, sing a song, SONG, song after AFTER, after a few, FEW, a few minutes. ശരി പവിത. ഓക്കെ, a few minutes. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. Cheers, okay. Prince, okay. Okay, Srija, a song will be സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെറിയ തിരുത്തിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ
അനിയൻ എഴുതിയിട്ടുണ്ട് എ സോങ് വിൽ ബി സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ബൈ സമ്മൺ. ഓക്കെ, ഓക്കെ. എ സോങ് വിൽ ബി സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. സുനീറ, Nino, a song will be sung after a few minutes. Okay. Yes. എഴുതി കാണിച്ചോളൂ. ഇപ്പൊ ഞാനത് ആൻസർ വായിച്ചപ്പോ അത് തന്നെയാണ് നിങ്ങൾ എഴുതിയത്, അതുകൊണ്ടായിരിക്കാം എഴുതാത്തത് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത സെന്റൻസ് പറയുന്നു. They will THEY. They will know KNOW know. KNOW know the result RESULT. The result in a month MONTH. They will know the result in a month MONTH. ഒന്നുകൂടി പറയാം. They will know the result in a month MONTH. They THEY. കവിത THEY. They. Okay. നീനു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ. യൂബി, ജുസാലിയ, ഓക്കെ. ജയലക്ഷ്മി, ഓക്കെ. ശ്രീജ, ഷിയ, പ്രിൻസി, സന്ധ്യ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിൽ ചെറിയ സാഹിത പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ്. അലീന, ഓക്കെ. Nidina, the result will be known in a month by them. Okay, they will know the result. Okay. അപ്പൊ എന്തറിയോ റിസൾട്ട് അറിയും. ഓക്കെ, അമിനോ, the result will be known in a month by them. ശരിയാണ് എഴുതിയത്, കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റിലേക്ക് പോകാം. I shall
tell you, T-E-L-L. I shall tell you a story, S-T-O-R-Y. I shall tell you a story. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. I shall tell you a story. Okay, Jubi. കവിത ഓക്കെ. സ്റ്റാൻഡ് എന്നുള്ളത് കവിത വിൽപ്പി നൽകിക്കോ. അതിൻ്റെ അകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവസാനം വന്നത് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു. ഓക്കെ കവിത. ഓക്കെ ഓക്കെ ഓക്കെ. ഇസ്രായേലിയ, അമിനു. ഇത് രണ്ട് രീതിയിൽ എഴുതാം. കാരണം ഇതിനകത്ത് രണ്ട് ഒബ്ജക്റ്റ് കിടപ്പുണ്ട്. എന്ത് പറയും? അപ്പൊ ഒരു ആൻസർ കിട്ടും. കഥ പറയും, ഒരു കഥ. അപ്പൊ ഏ സ്റ്റോറി വെച്ച് നോക്കാം. ഇനി ആരോടാ പറയാന്ന് പറയാം? നിങ്ങളോട്. യു. ഓക്കെ ഓക്കെ ഓക്കെ. ഷിയ കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ ഞാൻ പറയാം. ഓക്കെ. ഐ ഷാൽ ടെൽ യു എ സ്റ്റോറി. നിവിത ഓക്കെ, ശ്രീജ ഓക്കെ, നീനു ഓക്കെ, ലിനി ഓക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. ഐ ഷാൽ ടെൽ യു എ സ്റ്റോറി. അപ്പൊ നമുക്ക് യു സബ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് യു വിൽ ബി. ഓക്കെ ജയലക്ഷ്മി. യു വിൽ ബി told a story. You will be told a story. വേണമെങ്കിൽ പൈപ്പ് എഴുതാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ രീതി പറയാം. എ സ്റ്റോറി വിൽ ബി ടോൾഡ് യു ബൈ മീ. എ സ്റ്റോറി വിൽ ബി ടോൾഡ് യു ബൈ മീ. ഓക്കെ. ഇനി അടുത്തത് ഇത് തന്നെ സംഭവം, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നാമത്തെ വിൽ, WILL, വിൽ. എനിവൺ, ANYONE, എനിവൺ ഹെൽപ്പ് മീ, HELP, ഹെൽപ്പ് മീ ടുമാറോ, TOMORROW. ഒന്നുകൂടി വായിക്കാം. വിൽ എനിവൺ ഹെൽപ്പ് മീ ടുമാറോ, TOMORROW, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ. നേരത്തെ തന്നിരിക്കുന്ന വാചകങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇതൊരു ചോദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.
കവിത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിന്റെ ജുസാലിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതില് തന്നിരിക്കുന്ന വാചകം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ പാസീവ് വോയിസ് എഴുതിയപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ആ രൂപി ബില്ല് എന്നുള്ള ഷാലിന് വെച്ചാൽ മതി. അയ്യല്ലേ കവിത എനിവൺ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം തെറ്റാണ്. എനിവൺ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ല, അത് ഹെൽപ്പ് എന്ന് തന്നെ എഴുതിയേക്കണേ. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ മീ ഉപയോഗിച്ചിരിക്കുന്നതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചോദിച്ചോളൂ. അപ്പോ ജയലക്ഷ്മി അത് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി, ചോദ്യമാക്കണം അത്. കാരണം തന്നിരിക്കുന്നത് സെന്റൻസിൽ ചോദ്യമായിരുന്നു, അപ്പൊ ചോദ്യം പോലെ ആക്കണം പാസീവ് വോയിസ്. ശരിയാ, മീന് ഒരു എഴുതിയാക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. മീ എങ്ങനെ വരും? മീ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പാസീവ് വോയിസിൽ വരുമ്പോൾ ചെറിയ ചേഞ്ചസ് വരും. അത് മറന്നുപോയി. ശരി, ഒരു വാക്ക് വിട്ടുപോയി. മീ എന്നുള്ളത് അവിടെയല്ല വരിക എന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയേണ്ടത്. ഓക്കെ, വിൽ എനിവൺ ഹെൽപ്പ് മീ ടുമാറോ? ആ ഓക്കെ യുസലിയ. അപ്പൊ അതിനകത്ത് ബി കൂടി ചേർക്കണം, BE കേട്ടോ. വിൽ എനിവൺ ഹെൽപ്പ് മീ ടുമാറോ? ആരെങ്കിലും നാളെ എന്നെ സഹായിക്കുമോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു. ഓബ്ജക്റ്റ് എന്താണ്? ആരെ സഹായിക്കുക? എന്നെ സഹായിക്കുക. മീ ആണ് ഓബ്ജക്റ്റ്. മീ എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ഐ എന്ന് മാറ്റണം. നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. മീ എന്നുള്ളത് ഐ ആവും, അസ് എന്നുള്ളത് വി ആവും, ദം എന്നുള്ളത് ദേ ആവും, ഹർ എന്നുള്ളത് ഷീ ആവും, ഹിം എന്നുള്ളത് ഹി ആവും. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെയാണ് കുറച്ച് പേർക്ക് തെറ്റുപറ്റിയത്. അപ്പോ ആരെ സഹായിക്കുക? എന്നെ. അപ്പൊ മീ ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ മീ എന്നുള്ളത് സബ്ജക്റ്റ് ആക്കി മാറ്റുമ്പോൾ എന്താക്കി മാറ്റണം? ഐ എന്ന് മാറ്റണം. അപ്പൊ അതിന്റെ കൂടെ ഷാൽ ഉപയോഗിച്ചാൽ മതി. ഐ ഷാൽ ബി, ഐ ഷാൽ ബി. ഇത് നോക്കുക, ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ helped, HELPED. I shall be helped tomorrow. I shall be helped tomorrow. ഇത് നമ്മൾ ചോദ്യത്തിലേക്കൊന്ന് നോക്കി. ചോദ്യത്തില് വില്ല ആദ്യമായിരുന്നു, അതൊക്കെ ചോദ്യമായിട്ട് മാറ്റിയേക്കിയിരുന്നു. അതുകൊണ്ട് ഈ പാസീവ് വോയിസും ചോദ്യമാക്കി മാറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷാല് ആദ്യം പറയുക.
ഷാല് ആദ്യം പറയും. അപ്പൊ ആൻസർ എന്ത് വരും? ഷാൽ ഐ ഹെൽപ്ഡ് ടുമാറോ? ഷാൽ ഐ ബി ഹെൽപ്ഡ് ടുമാറോ? ഷാൽ ഐ ബി ബിഇ ബി ഹെൽപ്ഡ് HELPED ഫസ്റ്റ് പഠിച്ചിട്ടുള്ളത് ടുമാറോ TOM RR കൊടുത്തി. യെസ്, അതുപോലത്തോടുകൂടി പറയാം. അത് തെറ്റില്ല. വിൽ WILL വിൽ എനിബഡി ANYBODY എനിബഡി റീപെയിൻഡ് REPAINT റീപെയിൻഡ് the car 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 after 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 2 days TWO2 after 2 days. ഞാൻ ഒന്നുകൂടി പറയാം. Will anybody repaint 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 the car after 2 days? രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഈ കാറ് റീപെയിന്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എഴുതിക്കോളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ടൈമോടെ വില്ല് ആദ്യം വന്നിരിക്കുകയാണ്, ചോദ്യമാണ്. അപ്പോ ആ ഒരു ശ്രദ്ധയോടും കൂടി ചെയ്യുക. ഓക്കെ, യുസാലിയ അതിന് മുകളിൽ ഞങ്ങളത് ക്വസ്റ്റ്യൻ ആക്കിയില്ല, അത് ചോദ്യമാക്കിയില്ല. ഓക്കെ, ജൂബി. ഓക്കെ, ഷിയ. യെസ്, ഫിനിഷ് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, നീരു. ഓക്കെ, ജയലക്ഷ്മി. ഓക്കെ, ഓക്കെ ഓക്കെ, ലിനി. ഓക്കെ, പവിത്ര, കവിത.
അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. ഓക്കെ 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 നോക്കുക. വിൽ എനിബഡി റീപെയിന്റ് ദ കാർ ആഫ്റ്റർ 2 days? എന്ത് റീപെയിന്റ് ചെയ്ത? ദ കാർ ഒബ്ജക്റ്റ് കിട്ടി. അപ്പൊ ദി കാർ അത് എഴുതി, വില്ലല്ലെങ്കിൽ ഷാനിലെ വില്ല് എഴുതി, ബി എഴുതി. ദ കാർ വിൽ ബി റീപെയിന്റ് എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ റീപെയിന്റഡ്, REPAINTED, റീപെയിന്റഡ്. പിന്നെ അതിന് ബാക്കിയുള്ളത് ആഫ്റ്റർ 2 days. ഇനി നമ്മൾ നോക്കുമ്പോ ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു വായിച്ചത്. അപ്പോ എന്റെ പാസീവ് വോയിസും ക്വസ്റ്റ്യൻ തന്നെ ആക്കുക. അപ്പൊ ആ വിൽ എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? വിൽ ദ കാർ ബി റീപെയിന്റഡ് ആഫ്റ്റർ 2 days? വിൽ ദ കാർ ബി repainted, REPAINTED, repainted after 2 days. Okay. Nobody, 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 nobody will help me, HELP, help me, me, tomorrow. Nobody will help me tomorrow. Yes. ഒന്ന് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിക്കാനൊന്നുമില്ല. ഒന്ന് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. That you will understand it. Nobody will help me tomorrow. ഞാൻ വായിക്കുന്നുണ്ടോ അതുകൂടി? ഓക്കെ ജൂബി. നിങ്ങൾക്കറിയാവുന്ന എഴുതിക്കോ, പറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ. അല്ലാതെ ഞാൻ ശരിയെ എഴുതുള്ളൂ ചിന്തിച്ചിരിക്കണ്ട.
അത് ചോദ്യമായി പോയി ജുസലിയ. തന്നിരിക്കുന്നത് ചോദ്യമല്ലല്ലോ. ചോദ്യമാണെങ്കിലും ഇല്ല ആദ്യം വരെ വൈദ്യുതി. ഓക്കെ ജയലക്ഷ്മി. ഓക്കെ ഷിയാസ്. പ്രിൻസി എൻ്റെ ബി കളഞ്ഞ വിട്ട് കളഞ്ഞു. ഓക്കെ ഓക്കെ ജിസാലി. ഓക്കെ ആ ഓക്കെ പ്രിൻസി. ഓക്കെ അലീന. അപ്പൊ ഞാൻ വായിക്കാം. നോക്കിയേ. നോബഡി വിൽ ഹെൽപ്പ് മീ ടുമാറോ. നാളെ ആരും എന്നെ സഹായിക്കില്ല. കണ്ടാ, ഇതിന്റെ അതൊരു നോട്ട് കിടപ്പടി. നോബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ടാണ്, നെഗറ്റീവാണ്. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ്. കാരണം നോബഡിയിൽ ഒരു നോട്ട് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ വിൽ നോട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുക. നോബഡിയിൽ ഒരു നോട്ട് കിടക്കുന്നതിന്റെ പേരിൽ വിൽ നോട്ട് എന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ചെയ്യാം. ഓക്കെ, നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. ആരെ സഹായിക്കില്ല? എന്നെ. മീ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അപ്പൊ മീ എന്നുള്ളത് സബ്ജക്റ്റ് ആക്കി മാറ്റി ഐ. അപ്പൊ ഐ ഷാൽ ബി. ഐ ഷാൽ ബി. പിന്നെ ഇവിടെ ഒരു നോബഡി എന്നുള്ള ആ നോട്ട് ഇതിനകത്ത് കൊണ്ടുവരാം. അപ്പൊ ഐ ഷാൽ നോട്ട് ബി. അങ്ങനെയാണ്. ഐ ഷാൽ നോട്ട് ബി. നോട്ട് വരാൻ കാരണം നോബഡി എന്നുള്ള വേർഡ് നെഗറ്റീവ് ആണ്. അതിനകത്ത് നോട്ട് ഉണ്ട്. ആ നോട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഐ ഷാൽ നോട്ട് ബി. അത്രയും വരെ. ഓക്കെ, ഇനി വേണ്ടത് ഹെൽപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹെൽപ്പ്, HELPED, ടുമാറോ. അപ്പൊ ആൻസർ എന്ത് വരും? ഐ ഷാൽ നോട്ട് ബി ഹെൽപ്ഡ് ടുമാറോ. അടുത്തത്, no one will write, WRITE, will write the board, B capital, BOARD, board examination, EXAMA. ഒന്നുകൂടെ പറയോ? NATION. പറയാം. No one, ONE, no one will write, WRITE, will write the board, BOARD, board examination, EXAMANATION. ആരും ബോർഡ് എക്സാമിനേഷൻ എഴുതില്ല. അപ്പൊ നോ വൺ അല്ല, നോ വൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഉണ്ട്, നോട്ട് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. നേരത്തെ നോബഡി എന്നായിരുന്നു, ഇതിനകത്ത് നോ വൺ എന്നാണ്.
Okay. This area. Okay. Princy. Okay, Srija. Okay. Okay. Jayalakshmi. Okay, Shia. Okay, Lenny. Okay, Lina. No one will write the board examination. Object കിട്ടി. എന്ത് കിട്ടി? ബോർഡ് എക്സാമിനേഷൻ. ഒബ്ജക്റ്റ് കിട്ടി. വില്ല് അല്ലെങ്കിൽ ഷാല്. വില്ല് ചേർത്ത്. പിന്നെ ബി ചേർത്ത്. പക്ഷെ ഇവിടെ നോ വൺ എന്ന് പറയുമ്പോൾ നോട്ട് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉണ്ട്. നെഗറ്റീവാണ്. അപ്പൊ വില്ലിന്റെയും പിയുടെയും ഇടയ്ക്ക് നോട്ട് ചെയ്ത്. അപ്പൊ എന്ത് വരിക ആൻസർ? ബോർഡ് എക്സാമിനേഷൻ വിൽ നോട്ട് ബി. Board examination will not be. ഇനി വേണ്ടത് റൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റിട്ടൺ. WRITTEN. റിട്ടൺ. അപ്പൊ എന്ത് വരും ആൻസർ? ദി ബോർഡ് എക്സാമിനേഷൻ വിൽ നോട്ട് ബി. നോട്ട് അവിടെ വന്ന് നോ വണ്ണിന്റെ നോട്ടാണ്. ദ ബോർഡ് എക്സാമിനേഷൻ will not be returned. WRITTEN. Return. Okay. അപ്പോ സിമ്പിൾ ഫീച്ചറിന്റെ പാസീവ് വോയിസിൽ ബുദ്ധിമുട്ടുള്ള ടൈപ്പുകളൊക്കെ നമ്മൾ ചെയ്തത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് അതിനകത്തോട്ട് കടക്കാം. ഇല്ല ശ്രീജ, അപ്പൊ അതെന്ത് വരുമ്പോ ക്വസ്റ്റ്യൻ ആയി പോകും, ചോദ്യമായി പോകും. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നും കൂടി ചോദിച്ചാൽ മതി. ഞാനത് അതുകൂടി പറഞ്ഞത് ഇപ്പൊ അതിന് സമയമില്ലല്ലോ. അപ്പോ സിമ്പിൾ ഫീച്ചറിന്റെ പാസീവ് വോയിസ് വരെ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിച്ചേക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വളരെ പോസിറ്റീവായിട്ട് all the best. Okay, we will meet in the next class. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Welcome.
ഉപയോഗിക്കുന്നത്